ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാടൻ സ്റ്റൈലിൽ നല്ലൊരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് വെറും 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം പിന്നീട് വെള്ളം അധികമായി കഴിഞ്ഞാൽ ഈ കഷ്ണത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് പിന്നീട് അത് വറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം അടുപ്പത്ത് ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് വെള്ളത്തിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള പച്ചക്കറികൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, അച്ചിങ്ങ, വെള്ളരിക്ക, പിന്നെ കായ്, പിന്നെ മുരിങ്ങാക്കായ്, ഇത്ര ഐറ്റംസ് ആണ്. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ മുരിങ്ങാക്കായ ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം മുരിങ്ങാക്കായ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പീസായിട്ട് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുരിങ്ങാക്കായ ബാക്കി കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായതിനു ശേഷമാണ് ലാസ്റ്റാണ് മുരിങ്ങാക്കായ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത്രയും പൊടികൾ ചേർത്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് പറഞ്ഞ പോലെ വേവിച്ചെടുക്കാം. അപ്പം മുരിങ്ങാക്കായൻ്റെ പീസുകൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയും നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറേശ്ശെ മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ടോട്ടൽ ഇതിന് വേണ്ടി എടുത്തേക്കണത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരുപാട് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പം ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് അരച്ചു. അതിനുശേഷം ബാക്കി തേങ്ങ ഇട്ടിട്ട് പയ്യെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണം ഒരുവിധം വെന്തിട്ടുണ്ട്, വെള്ളം ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിഴിഞ്ഞ് ഇതിലേക്ക് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചു വെച്ചേക്കണത് ചേർത്ത് കൊടുക്കാം. അപ്പം തേങ്ങ നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, പയ്യെ ഒന്ന് ചതച്ചു എടുത്താൽ മതിയാവും. മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പയ്യെ ഒന്ന് ഇങ്ങനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് പയ്യെ ഒന്ന് ചതഞ്ഞ് കിട്ടും. ഇനി തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ സദ്യക്കൊക്കെ കിട്ടുന്ന പോലത്തെ വളരെ ഡ്രൈ ആയിട്ടുള്ള അവിയലല്ല ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കണത്. അങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്ര പോലും വെള്ളം അതിലുണ്ടാവാൻ പാടില്ല നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഞാൻ പയ്യെ ഒന്നിങ്ങനെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി കഷ്ണങ്ങളൊക്കെ പയ്യെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനു മുന്നേ ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കുക. ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അപ്പോൾ നല്ല നാടൻ അവിയൽ റെഡിയായി. വളരെ പെട്ടെന്നാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. ആകെ കഷ്ണങ്ങൾ നുറുക്കിയെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. ബാക്കി പ്രോസസ്സൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.